ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരോടും ഒരു ബിഗ് സോറി. കാരണം നമ്മളിപ്പോൾ എന്തോ രണ്ടാഴ്ചയുടെ അടുത്തായാലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ വഴിയേ പറയാം. എന്തായാലും ഇന്നുണ്ടല്ലോ നമുക്കൊരു അരാനുവിനെ പിടിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പഴയ ഗെയിം ഫുള്ള് പോയിട്ടുണ്ട് കേട്ടോ. നൈസായിട്ട് ഞാൻ ഗെയിം ഓപ്പൺ ആക്കാൻ നോക്കും, പക്ഷെ അത് ക്രാഷ് ആയിക്കൊണ്ടേ നിൽക്കുന്നു. അവസാനം ഞാൻ ആ ഗെയിം കളഞ്ഞ് എന്നിട്ട് വീണ്ടും ഞാൻ തുടങ്ങി. ഇതിനകത്ത് വലിയ മാറ്റമൊന്നുമില്ല, പഴയ സ്ഥലത്ത് തന്നെ ഞാൻ വീടും കാര്യങ്ങളൊക്കെ പണിതിട്ടുണ്ട്. പിന്നെ ഇനി മുതൽ ഞാൻ FP ഇട്ട് കളിക്കാൻ വിചാരിക്കുന്നു. കാരണം TP ഇട്ട് കളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലാഗ് ഫീൽ ആകുന്നത്. അപ്പോൾ FP ഇട്ട് കളിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വീട്. കണ്ടില്ലേ, ചെറിയൊരു തട്ടിക്കൂട് വീടാണ് ഞാൻ പണിത് വെച്ചേക്കുന്നത്. ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. ഉള്ളിൽ ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഇവിടെയൊന്നും ഞാൻ മതിൽ പണിതിട്ടില്ല. കാരണം കുറച്ച് ഇതെല്ലാം നമ്മുടെ ഈ സാധനമില്ലേ, ഹാച്ചറ്റ്, ഇത് വെച്ച് കൊത്തി കൊത്തി എടുത്ത സാധനങ്ങളാണ് ഫുള്ള്. ഓക്കെ, ഇത് വെച്ചാണ് ഫുള്ള് ഞാൻ കൊത്തി കൊത്തി ഇത്രയും വീട് ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടത്തെ നമ്മുടെ ബെഡ് ഇട്ടിട്ടുണ്ട്, പിന്നെ നമ്മുടെ സ്മിത്തി, പിന്നെ പ്രിസർവ് ബിന്ന്, നമ്മുടെ സാധനങ്ങളെല്ലാം കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ 3 മോട്ടോർ ബസ്സിലുണ്ട്, പിന്നെ 2 സ്റ്റോറേജ് ബോക്സ്, ഒരു റിഫൈൻ ഫോർജ്. അപ്പം അത്ര ഐറ്റംസ് ഉള്ളൂ. നമുക്കിനി നമ്മുടെ ഗ്യാസ് അതുപോലെ തന്നെ ഇത് ഹാർഡ് മോഡാണ് കേട്ടോ. നമ്മുടെ നേരത്തെ കളിച്ച് മീഡിയം അല്ലേ, അപ്പോൾ ഇത് ഹാർഡ് മോഡാണ്. അപ്പോൾ ഇതിനകത്ത് മാക്സിമം ലെവൽ 300 കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കഥകൾ പറഞ്ഞു തുടങ്ങാം. കുറച്ചധികം കഥകൾ പറയാനുണ്ട് ഗൈസ് നിങ്ങളോട്. ഫസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ടൊരു ഫോൺ യൂസ് ആക്കുന്നുണ്ടായിരുന്നു, Redmi 5 Pro. അത് അടിച്ചു പോയിട്ടുണ്ട്. ഞാനത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ വര പോലെ വന്നു. ഗ്രീൻ ലൈൻ അല്ല, അല്ലാണ്ട് നമ്മുടെ അതിപ്പോൾ പറഞ്ഞാൽ അറിയാൻ പാടില്ല, കുറേ വരങ്ങനെ വന്ന്. അതിപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഇപ്പം എന്തെങ്കിലും ബഗ് കാര്യങ്ങളൊക്കെ ആയിക്കോളൂ. കാരണം ഈ ഫോൺ എടുത്തിട്ട് കുറേ നാളായി, പിന്നെ അപ്ഡേഷനും കാര്യങ്ങളും ഒന്നുമില്ല, സിസ്റ്റം അപ്ഡേഷനും ഒന്നുമില്ല. അപ്പോൾ പിന്നെ ലാഗ് ഫോണിൻ്റെ എന്തെങ്കിലും സീൻ ആയിക്കോന്ന് വിചാരിച്ച് ഞാനത് അങ്ങോട്ട് ഒഴിവാക്കി. എന്നിട്ടൊന്ന് ഓഫ് ചെയ്ത് അടുത്ത പ്രാവശ്യം ഓണാക്കിയപ്പോഴേക്കും സ്ക്രീന് ഫുള്ള് ആ വര മാത്രം. ഞാൻ ഈ ഇടയ്ക്ക് ഡിസ്പ്ലേ മാറ്റി വന്നുള്ളൂ അതിൻ്റെ. പിന്നെയും ഇങ്ങനെ ഇതായപ്പോഴേക്കും ഞാൻ ഒന്ന് ഡൗൺ ആയിപ്പോയി. കാരണം നമ്മുടെ കുറേ നാൾ നമ്മുടെ കൂടെ നിന്നതല്ലേ ആ ഫോണ്. അപ്പോൾ ആ ഒരു ഷോവ് ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ നെക്സ്റ്റ് ഞാൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മൈക്ക് അടിച്ചു പോയി. നമ്മുടെ ഒരു മൈക്കില്ലേ, ഒരു വള്ളിയൊക്കെ ഉള്ളത്, ഞാൻ എന്ന് പറഞ്ഞില്ലേ ഫ്ലിപ്പിന്ന് പറഞ്ഞ മേടിച്ചെന്ന് പറഞ്ഞു, ആ മൈക്കും അടിച്ചുപോയി. അത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വേറെ കഥയുണ്ട്. ഞാൻ നമ്മുടെ ട്രൈക്കില്ല, അതിനെ ട്രൈക്കും പിന്നെ നമ്മുടെ അരാനിയോ, ട്രൈക്കിനെ പിടിച്ചപ്പോഴേക്കും ഈ മൈക്ക് ഭയങ്കര കരകരപ്പ്. നെക്സ്റ്റ് നമ്മുടെ അരാനിയോ ഞാൻ ടീമാക്കി, അത് കുറച്ചധികം കഷ്ടപ്പെട്ട് ടീമാക്കിയതാണ്. പക്ഷേ അത് ടീമാക്കിയപ്പോഴും അതിൻ്റെ ഇടക്കും വീഡിയോനകത്ത് മൈക്കിങ്ങനെ കര പോലെ ഇങ്ങനെ സൗണ്ട് വന്നുകൊണ്ടേ നിൽക്കുന്നു. അപ്പോൾ അതും എനിക്ക് കുറച്ച് ശോകമായിരുന്നു. ഇപ്പം മൈക്കും അടിച്ചു പോയി, നമ്മൾ ചെയ്ത 2 വീഡിയോസും ശോകമായിരുന്നു. ലാഗ് നല്ല രീതിക്ക് ഉണ്ടല്ലേ. ഗ്രാഫിക്സ് കുറക്കണോ? നമുക്ക് ഈ ഗ്രാഫിക്സ് ഒന്ന് കുറച്ച് വെച്ചാൽ, കാരണം കേവിൻ്റെ അകത്തല്ലേ കയറാൻ പോകുന്നത്. ഇതിവിടെ ഇട്ട് വെക്കാം, അതാ നല്ലത്. ആവശ്യമില്ലാണ്ട് കുറേ ഇതാക്കി വെക്കണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ പറഞ്ഞെന്നാ, നമ്മുടെ മൈക്കും അടിച്ചു പോയി. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അതും പോയി. പിന്നെ ഇപ്പം ഞാൻ ഒരു ബ്ലൂടൂത്തിൻ്റെ ഒരു നെക്ക് ബാൻഡ് ഉണ്ട്, അതിനകത്താണ് ചെയ്യുന്നത്. ഏറ്റവും നല്ല ബ്ലൂടൂത്താണ് തോന്നുന്നത്. നമ്മൾ ഈ ഹെഡ്സെറ്റൊക്കെ കുത്തുന്നില്ല, വയേർഡ് മൈക്കൊക്കെ കുത്തുമ്പോൾ ഈ അനേക്കനി കരകരപ്പ് വരും. അതാണ് മെയിൻ പ്രശ്നം. അങ്ങനെ എല്ലാം ഒക്കെ സെറ്റാക്കി വെച്ച് ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ എത്തിയപ്പോഴും കഥ തീർന്നല്ലേ. എവിടെയാണ് വഴി? എവിടെയാണ്? എൻ്റെ കേവിൻ്റെ ഒരു എൻട്രൻസ് ഉണ്ട്, അതാ നിൽക്കുന്നതാ. ഓക്കെ, കേവിൻ്റെ എൻട്രൻസ് ഇട്ടിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ തേളിനെ റീകോൾ ചെയ്യണം. അപ്പോൾ തേളിനെ റീകോൾ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ കഥകൾ പറഞ്ഞത് ഞാൻ. റീകോൾ. അപ്പോൾ അതുപോലെ തന്നെ വീട്ടിലെ പണി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പണി വന്നപ്പോഴാണ് വലിയൊരു ഗ്യാപ്പ് ഞാൻ എടുത്തേക്കുന്നത്. ഇത്രയും നാളായിട്ട് നമ്മുടെ ചാനൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഞാൻ ഇപ്പോഴും എടുത്തേക്കുന്നത്. എനിക്ക് പണിയാൻ വീഡിയോസൊക്കെ ചെയ്യാമായിരുന്നു, പക്ഷേ ഈ കുറച്ച് ശോകങ്ങളൊക്കെ ഉണ്ട്. നമുക്കും ഇങ്ങനെ ഇമോഷൻസൊക്കെ വരൂലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ സമയത്ത് ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും ഞാൻ എനിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന പോലെ. കാരണം ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അത് നിങ്ങൾ കാണുന്നതാണ് ഇല്ലേ. അപ്പോൾ മറ്റുള്ളവർ കാണുന്ന ഒരു ബോധം എന്നുള്ള സാധനത്തിൽ നമ്മൾ വീഡിയോ ചെയ്യണം. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ആകുമ്പോൾ, അല്ലാണ്ട് എനിക്ക് വേണ്ടി ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ 110 സബ് എന്തുമായി, 100 സബ് ഒന്നും ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ആ ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടാൽ നമുക്ക് ഇതിലും കൂടുതൽ സബ് കയറിയാനേ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോസ് ഇപ്പോൾ ഈ 110 പേര് നമ്മളെ ഇഷ്ടപ്പെട്ട്, ഇപ്പോൾ എനിക്ക് തന്നെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മുടെ സൗണ്ട് ഇല്ല, ഗെയിം സൗണ്ട് ഞാൻ ഓണാക്കാണ്ടാണ് ഇത്രയും വീഡിയോസ് ഇട്ടത്. പിന്നെ ഗ്രാഫിക്സ് കുറവാണ് എല്ലാം. ഇപ്പോൾ മറ്റ് യൂട്യൂബേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒരുപാട് കുറവുകളുണ്ട്. പക്ഷേ അതെല്ലാം മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഈ 110 പേര് നമ്മുടെ വീഡിയോസ് കാണാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു മിനിറ്റ്, പാസീവ് സ്റ്റോപ്പ് ഓൺ. ഓക്കെ, അപ്പോൾ അവർക്ക് കാണാനുള്ള ഒരു ബോധത്തിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. ഇങ്ങ് ഷോക്കല്ലേ.
അപ്പോൾ ആ ഒരു സീനുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ കുറച്ചൊന്ന് ഗ്യാപ്പ് എടുക്കുക, കുറച്ചാളൊരു ഗ്യാപ്പ് എടുത്തിട്ട് വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 110 പേരും എൻ്റെ ഓരോ കുറവുകൾ അംഗീകരിച്ച് ഇവിടെ കാണാമെന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്താൻ പാടില്ല നമ്മൾ, അല്ലേ? അതുകൊണ്ട് തന്നെ ഗ്യാപ്പ് എടുത്താലും നമ്മൾ ഇനി വരുമ്പോൾ നല്ല രീതിക്ക് വരാം. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ കഥ. കുറച്ച് നാൾ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വെച്ചിട്ട് പ്രശ്നങ്ങളായിരുന്നു. ഒരെണ്ണം തീരുമ്പോൾ അടുത്ത വരും. ഫോണ് പോയി, നമ്മുടെ മൈക്ക് പോയി, പിന്നെ ഇതെന്താണ് റെക്കോർഡ് ചെയ്ത വീഡിയോസ് പോയി. അതെല്ലാം കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുന്നതാണ്. കുറേ ടൈം എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഈ 10 മിനിറ്റ് വീഡിയോസൊക്കെ തന്നെ ഇപ്പോൾ 1 മണിക്കൂറും ഒക്കെ ടൈം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു സങ്കടം വരും നമുക്ക്. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞ് ഇനി അങ്ങോട്ടേക്കുള്ള നമ്മൾ നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുക. ഓക്കെ, ഇതെത്ര ലെവല്? ഗൈസ്, ലെവൽ 290. എൻ്റെ മോനെ, ആ ഫസ്റ്റ് തന്നെ 290 ലെവല് അരാനിയോ. 300 ഈ ഐലാൻഡിലെ മാക്സ് ലെവല്. അപ്പോൾ നമ്മുടെ സൂതിബോം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അയ്യോ, സൂതിബോം കൊടുക്കട്ടെ. ഇത് ലെവൽ 20. ഓക്കെ, ലെവൽ 90. ഓക്കെ, സൂതിബോം കൊടുത്തു. 19.3% ടൈമായിട്ടുള്ളത്. 99.9% ടൈമിംഗ് എഫിഷ്യൻസി ഉണ്ട്. പ്ലസ് 144. അപ്പം 300-400 ഇട്ട് വരുമെന്ന് തോന്നുന്നല്ലേ, അല്ലേ? 100 ഇട്ട് കഴിഞ്ഞാൽ തന്നെ 390 ആവും. പിന്നീട് 44 400 സംതിങ് അടുത്ത് വരും. വന്നു, അപ്പം തന്നെ 290 കിട്ടി. ഇന്നപ്പോൾ എനിക്ക് അധികം ഇങ്ങനെ ഓടി നടക്കേണ്ടി വന്നില്ല കേട്ടോ. ഫസ്റ്റ് തന്നെ അത് കണ്ടില്ലേ, നമ്മുടെ ഓരോ പ്രശ്നങ്ങൾ കഴിയുമ്പോൾ നമ്മളെപ്പോഴും നെഗറ്റീവ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ഇടയ്ക്ക് നമ്മുടെ ലൈഫിൽ പോസിറ്റീവ് വരും. നമ്മളെല്ലാം നമ്മൾ നോക്കണം. ഇനിയിപ്പോൾ ആ ഫസ്റ്റ് ഫീഡ് മാത്രമേ ഉള്ളൂ ഇത്ര സീൻ. അത് കഴിയുമ്പോഴേക്കും പിന്നെ പെട്ടെന്ന് കൊണ്ട് ടൈം ആയിക്കോളും. അതാ സെക്കൻഡ് ഫീഡ്. ഓക്കെ, 38.7% അങ്ങനെ കുറേ നാളിന് ശേഷം നമ്മൾ വീണ്ടും വന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും ഇതിനെ കണ്ടുപിടിക്കാൻ അധികം ടൈം എടുക്കേണ്ടി വരും എന്നുണ്ടായിരുന്നു. പക്ഷേ അധികം സമയം വന്നില്ല. നമ്മുടെ ആ ഒരു കുറച്ച് പ്രശ്നങ്ങൾ തീർന്നപ്പോഴേക്കും വീണ്ടും നമ്മൾ ആ പോസിറ്റീവ് വൈബിലോട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് പഴയ പോലെ തന്നെ എല്ലാ വീഡിയോസും എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും നമ്മൾ വീഡിയോസ് ഇടുന്നതായിരിക്കും വൈകുന്നേരം 5 മണിക്ക്. അപ്പോൾ എല്ലാവരും വന്ന് കാണണം കേട്ടോ. 434 ലെവല്. ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ നേരെ നമുക്ക് പോവാം. പെട്ടെന്ന് കഴിഞ്ഞല്ലേ, എന്തായാലും നല്ലൊരു കാര്യം. ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മൾ നമ്മുടെ അരാനുവിൻ്റെ സാഡിൽ അങ്ങനെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എക്യുപ്പ് ഇവിടെ എക്യുപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ബാക്കി ഐറ്റംസ് മൊത്തം പോയിട്ട് നമ്മുടെ സ്റ്റോറേജിനകത്ത് ഇട്ട് വെക്കട്ടെ. നമുക്ക് വെയിറ്റ് അധികം ആവശ്യമില്ല. ട്രാൻസ്ഫർ ഓൾ ഫുള്ള് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ അരാനെ കൊണ്ട് കുറച്ച് ഹണ്ടും കാലമൊക്കെ നടത്തിയിട്ട് നമുക്ക് ഈ എപ്പിസോഡ് വിളിച്ച് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, മിലി ഡാമേജ് എന്തോരം ഉണ്ട് ഇതിൻ്റെ? 625 ഉണ്ട്. അപ്പോൾ ഒരു 400 കൂടെ ചെയ്ത് കഴിഞ്ഞാൽ 1K കിട്ടും. K1 ചെയ്യാനുള്ളതിന് ഇതിനെ കൊണ്ട് പോയിട്ടിനി. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. അറ്റാക്ക് ചെയ്യാൻ പറ്റിയ ആരുമില്ല. നമുക്ക് കുറച്ച് അങ്ങോട്ടേക്ക് കുറച്ച് കാരണോ പിന്നെ നമ്മുടെ ഡിപ്ലോ, ആ വലിയൊരു ജീവില്ലേ നമ്മുടെ ബ്രോണ്ടോനെ പോലെ ഇരിക്കുന്ന ഡിപ്ലോഡോ, അങ്ങനെ ഒരു പേര് എനിക്ക് അറിയാൻ പാടില്ല ഫുള്ളായിട്ട്. അപ്പം അതും കുറേ പേരുണ്ട് അങ്ങോട്ടേക്ക്. നമുക്കപ്പോൾ അങ്ങോട്ടേക്കൊന്ന് പോയിട്ട് വരാം. അങ്ങോട്ടേക്ക് വേഗം അതാ നിൽക്കുന്നവൻ നിൽക്കുന്ന കാരണം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു രണ്ടുപേരും കൂടെ. ഇവരുടെ ഈ 2 കാരണം ഉണ്ടായിരുന്നു. എനിക്കൊന്നും ഒരു കാരണം കൊന്നു തോന്നട്ടെ ഈ ഡിപ്ലോ. ഓക്കെ, നമ്മൾ 3ാമത്തെ ഒരാൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടക്ക് 120 ലെവല് കാരണം കേട്ടോ. അവൻ എന്നെയും തെറിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഡിപ്ലോ. അത് സ്റ്റോപ്പായി. സ്ലോ ആവുന്നുണ്ടോ? വല വിട്ടപ്പോഴേക്കും സ്ലോ ആവുന്ന നോക്കിയവർ കണ്ട. ഇപ്പോൾ പയ്യേ നേരത്തെ നല്ല സ്പീഡിൽ അറ്റാക്ക് ഇതാ 250 ടെറർ ബേർഡ്. എൻ്റെ ആംബർ അല്ല മറ്റേ എൻ്റെ ഇംപ്ലാൻ്റ് എടുത്ത് നോക്കണം. 280 അതന്നെ 280 ടെറർ ബേർഡ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ട്. നൈസായിട്ട് ടെറർ ബേർഡ് ഇതാക്കട്ടെ. അതിൻ്റെ ഇംപ്ലാൻ്റ് ഒന്ന് എടുത്ത് നോക്കണം. അയ്യോ, നമുക്ക് ഈ ഡിപ്ലോനെ ഒന്ന് തീർക്കാം. ഡിപ്ലോനെ ഫസ്റ്റ് തീർക്കാം കേട്ടോ. ഡിപ്ലോൻ്റെ ഹെൽത്ത് നോക്കി 7000 ഹെൽത്ത് ഉണ്ട്. നൈസ്. 2 സ്റ്റാമിന 2 മിലി. സ്റ്റാമിന പെട്ടെന്ന് തീരുന്നുണ്ട് കേട്ടോ. അവനൊരൊറ്റടി നമ്മളോട് അടുത്ത് നോക്കി. ഇവിടെ നിന്ന് അടിക്കാവനാ കൊള്ളു. ഇവിടെ നിന്ന് അടിച്ചവനാ ഉള്ളുന്നുണ്ട്. അടിക്കാം. ഇവിടെ നിന്ന് അടിച്ചാൽ അവൻ്റെ HP നല്ലോണം കുറക്കാം. എന്നിട്ട് നമുക്ക് ആ ടെറർ ബേർഡിൻ്റെ ഇംപ്ലാൻ കൂടെ അങ്ങ് എടുത്തേക്കാം അല്ലേ. എന്നിട്ട് നമുക്ക് ഈ എപ്പിസോഡ് നിർത്താം. എന്തായാലും വന്നാൽ നന്നായി. 280 കിട്ടാൻ ഭയങ്കര റയറാണ്. 280 അതിൽ കിട്ടൂല. 280 280 290 300
ഇതൊക്കെ കിട്ടാൻ വലിയ പാടാ. കിട്ടുമ്പോൾ നമ്മൾ എൻ്റെ ആംബർക്കാല ഇംപ്ലാൻ്റൊക്കെ എടുത്ത് വെക്കണം എപ്പോഴും. ഇവിടെ ടർബ് എത്തില്ല, ടർബൈഡ് എത്തട്ടില്ല. 3000 ആയിട്ടുണ്ട്. 2000 പെട്ടെന്ന് പിന്നെ കുറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. 1000 ആയി, 1500, 900, 400 കഴിഞ്ഞ്. യെസ്, ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ കുറച്ചുകൂടെ കിട്ടിയല്ലോ. മില്ലി ഡാമേജ് വിട്ടട്ടെ. ഇപ്പം 700 മില്ലി ഡാമേജ്. നൈസ്. അയ്യോ, ടർബൈഡ് എന്തിയേ? അതാ നിൽക്കുന്നതാ. ഇവനാണ് 280. ഇവൻ്റെ കൂട്ടാളി ഒരാളുണ്ട്, അവനെ തീർക്കണം. അവൻ ചെറുതാ, കുഞ്ഞനാവൻ, അതുകൊണ്ട് സീനില്ല. ചത്ത് കഴിഞ്ഞില്ല അവൻ. ഓക്കെ, അവൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ 280-ൻ്റെ ഒരാളെ നമുക്ക് എടുക്കണം. പക്ഷെ എന്താ കൂടി പോകുന്നതാ പോലടാ. വലിട്ട് നിർത്തിക്കാൻ അവൻ പയ്യെ പോകുള്ളൂ അവൻ. അയ്യോ, ടേക്ക് ഓൾ, ലെറ്റ്സ് ഗോ. യെസ്, ഫൈനലി നമ്മളങ്ങനെ. ആഹാ, അതെന്താ സാധനം? വലയും കൊണ്ട് നിൽക്ക്. ഒന്നുകൂടെ വലയിട്ട് പോകട്ടെ. കഴിഞ്ഞാ? തീർന്നല്ലോ അവന്മാരെ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഞാൻ എന്തായാലും ഇവിടെ വെച്ച് നിർത്തണേ. അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഭയങ്കര ഒരു ബിഗ് താങ്ക് യു. കാരണം ഇപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ വന്ന് വീണ്ടും നമുക്ക് ആ ഒരു പഴയ സപ്പോർട്ട് തന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ പഴയ പോലെ തന്നെ നമ്മൾ വീഡിയോസ് ഇടുന്നതായിരിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ കൂടി മറക്കരുത്. ടാർഗറ്റ് ഒന്നും വെക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിച്ചോ. പിന്നെ കമൻറ്റ് എന്തായാലും ഇടണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ്സ് ഇടുക. അപ്പോൾ ഇതിലും നല്ലൊരു കിടുക്കാച്ച എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ ബൈ.